വെൽക്കം എവരിവൺ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം കുറച്ച് ചാർജസുകളെ പറ്റിയാണ്. എന്ത് ചാർജസ്? നമ്മുടെ ബ്രോക്കർമാരുടെ ചാർജസുകളെ പറ്റി തന്നെ. അപ്പോൾ രണ്ട് ടൈപ്പ് ബ്രോക്കർമാരുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാണ്? ഡിസ്കൗണ്ട് ബ്രോക്കറും ഫുൾ ടൈം ബ്രോക്കറും. അപ്പം ഡിസ്കൗണ്ട് ബ്രോക്കറാണ് നമ്മൾ ഒരുമാതിരി എല്ലാവരും സെലക്ട് ചെയ്തേക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ചാർജസുകളുടെ കുറവ് കാരണം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളുടെ പ്രോഫിറ്റ് ഇത്ര കാണിച്ചാൽ നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോഴത്തേക്ക് ചെറിയൊരു എമൗണ്ടിന് വ്യത്യാസം കാണും. നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ പ്രോഫിറ്റ് ഇത്ര ഉണ്ട്. ചുമ്മാ ഒരു ഉദ്ദേശക്കണക്ക് പറയുന്നത് 100 രൂപ പ്രോഫിറ്റ് ഉണ്ട്, 100 രൂപയാണ് കിട്ടേണ്ടത്. പക്ഷെ നമ്മളതിനകത്തൊരു 60 രൂപ കിട്ടുന്നുള്ളൂ. അതെന്തുകൊണ്ടായിരിക്കും? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒത്തിരി ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം ഒരുപാട് നഷ്ടം വരുന്നു? അതെന്തുകൊണ്ടാണ്? അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയ്ക്ക് നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഞാനിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് ഒന്നുകൂടെ രസം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊന്നുകൂടെ പ്രാക്ടിക്കൽ എന്നുള്ള രീതിയിൽ, നമുക്ക് പ്രാക്ടിക്കൽ എന്നുള്ള രീതിയിൽ എല്ലാ ബ്രോക്കറിനും കയറി ട്രേഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് വെബ്സൈറ്റുകളിൽ പോയിട്ട്, അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് എല്ലാം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ക്ലിക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് രണ്ട് ബ്രോക്കർമാരെ ഞാനത് കമ്പയർ ചെയ്യാം. ഒന്ന് ഡിസ്കൗണ്ട് ബ്രോക്കർ സെറോദെ, ഒന്ന് ഫുൾ ടൈം ബ്രോക്കർ HDFC സെക്യൂരിറ്റി. രണ്ടും സെലക്ട് ചെയ്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ജസ്റ്റ് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ സെറോദെ എൻ്റെ അകത്ത് കിടപ്പുണ്ട്. HDFC ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാനത് കളഞ്ഞു. അപ്പം ചാർജസുകൾ നമ്മൾ കോൺട്രാക്ട് നോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും നമ്മൾ ട്രേഡ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൽ മോളിൽ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ വരാറുണ്ടായിരിക്കും, കോൺട്രാക്ട് നോട്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ അധികം ആരും തുറന്നു നോക്കിയാലും നമുക്കത് ചില കാര്യങ്ങൾ, സ്റ്റാമ്പ് ഡ്യൂട്ടി എന്തുവാന്നും ഇത് ആർക്കൊക്കെയാണ് കൊടുക്കുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയത്തില്ല. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും എല്ലാം വളരെ സിമ്പിളായിട്ട് ചെറിയൊരു സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ നോക്കിയാൽ മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷേ ഓൾറൗണ്ട് ഒരു റഫ് അല്ലെങ്കിൽ ഒരു സ്കെലിട്ടൺ അല്ലെങ്കിൽ ബ്ലൂ പ്രിൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒത്തിരി കണ്ട് ബോറടിക്കുന്നതിന് നല്ലതാണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആധികാരികമായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുമോ, അല്ലെങ്കിൽ ചാർജസിൻ്റെ കൂടുതൽ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒന്നുകിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കയറി നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഒരു വെബ്സൈറ്റിന് കയറി ഞാൻ കാണിക്കുന്നത്. അല്ലെങ്കിൽ അപ്സ്റ്റോക്സ് അല്ലെങ്കിൽ സെറോദയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെറോദ ബ്രോക്കറേജ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ ഒറിജിനൽ അതിനകത്തോട്ട് തന്നെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ആ ബ്രോക്കറേജ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ രണ്ടും കമ്പയർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നത്. അത് ഞാൻ എന്തായാലും പിൻ ചെയ്ത് ഞാൻ ഇടാം കമൻറ്റ് ബോക്സിൽ. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തരാം. നമ്മൾ കയറുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ബ്രോക്കറേജ് എന്നുള്ളൊരു കാര്യം മാത്രമാണ്. പക്ഷെ അതിനകത്തുള്ള പല ചാർജുകളെ പറ്റിയും കൂടെ നമ്മൾ ബേസിക്കലി ഒക്കെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ, ഞാനിപ്പോൾ വീഡിയോ പോലെ ചെയ്തിട്ടേക്കുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ബെനിഫിറ്റ് മാത്രമേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ രണ്ട് ബ്രോക്കറേജുകളെ പറ്റി ജസ്റ്റ് ഒന്ന് ഇടാം. ഒന്ന് HDFC സെക്യൂരിറ്റി, ഒന്ന് സെറോദ. അപ്പം സെറോദയ്ക്കകത്ത് കിടക്കുന്നതാണ്ടോ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏതാണ് ലോവർ എന്നുള്ളതാണ് നമ്മളുടെ ഈ സെറോദ സെലക്ട് ചെയ്യുന്നത്. ബ്രോക്കറേജ് 0. നമ്മുടെ ഡെലിവറിയുടെ കാര്യം മെയിനായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് രണ്ടും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇൻട്രാഡേ ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റുകൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഡെലിവറിയുടെ കാര്യം നമ്മളിപ്പം പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡിങ്ങിനെ പറ്റി ഇങ്ങനെ പറയുന്നതുകൊണ്ട് പിന്നെ ഒത്തിരി വീഡിയോ നീളാതിരിക്കാൻ വേണ്ടി ഇതാണ് പറയുന്നതെന്നേ ഉള്ളൂ. അപ്പം ഡെലിവറി അതിൻ്റെ ചാർജസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്ര, ഇതിൻ്റെ ബ്രോക്കറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്ര, അവിടെ തന്നെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വലിയൊരു എമൗണ്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിൽ എത്ര രൂപ ഒരു ഫുൾ ടൈം ബ്രോക്കറിന് പോകുമായിരിക്കും, അതെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം. സെക്യൂരിറ്റിയുടെ നമ്മൾ ജസ്റ്റ് ചാർജസ് ഒന്ന് നോക്കുക. ഇപ്പം ഇത്രേ ഉള്ളൂ. നമ്മളതിൻ്റെ ബൈ പ്രൈസ് നമ്മുടെ ഒരു അടിച്ചു കൊടുക്കുക, സെൽ പ്രൈസ്, നമ്പർ ഓഫ് ഷെയർസ് ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു 100 കൊടുക്കാം. പിന്നെ സ്റ്റേറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കണം, കാരണം ഓരോ സ്റ്റേറ്റിലും ചെറിയ ഡിഫറൻസ് കാണും. ഇപ്പം നമ്മളുടെ അടുത്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കേരള നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ടോട്ടൽ ടേൺ ഓവർ എത്ര കിടക്കുന്നതെന്നും. ബ്രോക്കറേജ് ശ്രദ്ധിച്ച് നോക്കുക. ബ്രോക്കറേജ് കിടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇക്വിറ്റി ഡെലിവറിയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്, നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പം ബ്രോക്കറേജ് 1005 രൂപയാണ് കിടക്കുന്നത്. അപ്പോൾ ഓർത്തോണം, നമ്മൾ 1000 രൂപ വാങ്ങിച്ചു, 1010 രൂപയ്ക്ക് വിറ്റു, 100 ഷെയർ. അപ്പം ഈ ട്രാൻസാക്ഷൻ ചാർജ്, ബ്രോക്കറേജ്, STT, അപ്പം അതെന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് സംശയം കാണും. ഇപ്പം ട്രാൻസാക്ഷൻ ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ NSEക്കും BSEക്കും കൂടെ നമുക്കൊരു കൊടുക്കുന്ന ചെറിയൊരു ഫീസ്. പിന്നെ സെബി ടേൺ ഓവർ ഫീസ് എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ ഈ സെബിക്ക്, അപ്പം നമ്മളൊരുമാതിരി ചാർജസ് എല്ലാം നമ്മൾ ഈ സെബി എല്ലാം അതിലൂടെ ആണല്ലോ, സെബി ആണല്ലോ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും നമ്മൾ വീതിച്ച് കൊടുക്കുകയാണ്. GST എന്ന് പറയുമ്പോൾ ഗുഡ് സർവീസ് ടാക്സ് ഇതാണ്ട് അവിടെ കിടപ്പുണ്ട്. അത് എത്ര രൂപയാണെന്നുള്ള കാര്യം നമ്മൾ ഓരോന്നിനും നമ്മുടെ സെക്യൂരിറ്റി നമ്മുടെ അതിൻ്റെ ഒരു മൂല്യത്തിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുന്നൊരു ടാക്സ് ആണ്, അല്ലെങ്കിൽ ഒരു ഫീസ് എന്ന് പറയാം, ഫീസാണ്. അപ്പം സെക്യൂരിറ്റി ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ളൊരു ഫീസാണ് അത്.
പിന്നെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ, ഷെയറും പോട്ടെ, നമ്മൾ ഏത് സെക്യൂരിറ്റിയാണ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു ചാർജസ് ഏറ്റവും അവസാനം വരുമ്പോഴത്തേക്ക് നമ്മുടെ കൈ വല്ലതും കാണുമെന്നുള്ള കാര്യമാണിത്. ഇപ്പോൾ ഏറ്റവും അവസാനം താഴോട്ട് നോക്കി, ടോട്ടൽ ബ്രോക്കറേജ് ആൻഡ് ടാക്സസ് 1223 രൂപ. ടോട്ടല് പ്രോഫിറ്റ് ഓർ ലോസ് വന്നേക്കുന്നതുണ്ടോ 223 രൂപ. അപ്പം നോക്കുക, ബ്രോക്കറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് 1005 രൂപ, അതായത് നമുക്ക് വന്ന പ്രോഫിറ്റിനെക്കാട്ടി കൂടുതൽ ഏറ്റവും അവസാനം വരുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ എങ്ങനെ നെഗറ്റീവ് വരുന്നതെന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് ജസ്റ്റ് ഒന്ന് 1050 രൂപയാക്കി നോക്കുക. നമ്മൾ ഡെലിവറി മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ എല്ലാം എത്ര രൂപ അത് ബ്രോക്കറേജ് ടാക്സ് എന്നുള്ള രീതിയിൽ മുകളിൽ പിടിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് ഏറ്റവും അവസാനം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മളപ്പോൾ അത്രയെങ്കിലും വേണം 3752 രൂപ സംതിങ് പൈസ പോട്ടെ, അത് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ അതിലല്ലല്ലോ ഇമ്പോർട്ടൻസ് ഇപ്പോൾ നിലവിൽ. അപ്പം ആലോചിച്ച് നോക്കുക എത്ര രൂപയാണ് നമുക്കിതിനകത്ത് വന്നപ്പോഴത്തേക്ക് ഉള്ള വ്യത്യാസമെന്ന്, എന്തോരം വ്യത്യാസം വന്നു എന്നുള്ള കാര്യം. ഞാനതപ്പോൾ ഇത് കമ്പാരിസൺ പോലെ ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്ത് ഞാനിടാം ലാസ്റ്റ്. പിന്നെ നമുക്ക് അപ്പോഴത്തേക്ക് ഇതേ സമയത്ത് തന്നെ നമുക്ക് വേറൊരു ബ്രോക്കറിനെ നമുക്ക് നോക്കാം. അപ്പം ഏതാ ഞാനിപ്പം യൂസ് ചെയ്യുന്ന സെറോദ എന്നൊക്കെ പറയുന്ന സെയിം സാധനം തന്നെ. അതും നമ്മൾ കൃത്യം അത് തന്നെ കൊടുക്കുന്നത്. 1000 രൂപ ബൈ പ്രൈസ് 1000 ആയോ, അത് പോട്ടെ, 1000 1010 രൂപ, ഒരു 10 രൂപ പ്രോഫിറ്റ് വന്നാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പം നമ്പർ ഓഫ് ഷെയർസ് 100, ആന്ധ്രാപ്രദേശ് മാറ്റി നമ്മൾ കേരള ഇടുന്നു. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ടോട്ടൽ ബ്രോക്കറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, സെറോദ വരുമ്പോഴത്തേക്ക് കണ്ടോ ബ്രോക്കറേജ് 0 കിടക്കുന്നത്. അപ്പം ഇത് STT അതെല്ലാം നമ്മൾ പറഞ്ഞു, അതിൻ്റെ ചാർജസ് എല്ലാം അപ്പം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായല്ലോ എന്തൊക്കെയാണ് ഈ ചാർജസ് അങ്ങനെ ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടോ, നമ്മൾ നേരത്തെ 1010 ഇട്ടപ്പോഴത്തേക്ക് നമുക്കത് ലോസ് ആയിരുന്നു എല്ലാ ചാർജസും കഴിഞ്ഞിട്ട്. അപ്പം ഇതിനകത്ത് കണ്ടോ നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇടുമ്പോഴത്തേക്ക് ആ ഒരു 900 സംതിങ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് 1050 രൂപ ഇട്ടാൽ ഉള്ള കാര്യം കൂടെ നമുക്ക് ചുമ്മാ നോക്കാം. നഷ്ടമൊന്നുമില്ലല്ലോ, പ്രോഫിറ്റ് ചുമ്മാ ടൈപ്പ് ചെയ്യല്ലേ. അപ്പം ഇതിനകത്ത് കണ്ടോ ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് 4000 സംതിങ് വന്നിട്ടുണ്ട്. ടോട്ടൽ ബ്രോക്കറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് 38 രൂപയെ വന്നിട്ടുള്ളൂ. അതാണ് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം. ഓക്കെ, ഞാനിത് സ്ക്രീൻഷോട്ട് ചെയ്ത് കമ്പാരിസൺ പോലെ ഞാൻ എന്തായാലും ആഡ് ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്കത് ഒന്നുകൂടെ കാര്യങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ചെയ്തേക്കുന്ന ഒരു വീഡിയോ അത്. കാര്യം ഫുള്ള് ചാർജ് ഒരുപാട് മാത്തമാറ്റിക്സ് അമ്മാതിരി കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. കാരണം അത് വെറുതെ അത് കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ തന്നെ ജസ്റ്റ് അതിനകത്ത് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആ ചാർജസ് ജസ്റ്റ് ഒന്ന് കമ്പയർ കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അതായത് HDFC സെക്യൂരിറ്റിയുടെ ഒരു നമ്മൾ 1010 ഇട്ടില്ലേ സെല്ല് ചെയ്ത പ്രൈസ്, അതും 1050 കൂടെ വരുമ്പോഴത്തേക്ക് അത് എത്ര ആവുമെന്നു, സെറോദയുടെ അത് എത്ര ആവുമെന്നുള്ളൊരു കാര്യവും. പിന്നെ ഈ രണ്ട് പ്രൈസും 1010 നമ്മൾ വിൽക്കുമ്പോഴത്തേക്ക് സെറോദയ്ക്കകത്തും HDFCയിലും വന്നേക്കുന്ന വ്യത്യാസവും അതാണ് മെയിൻ. 1050 നമ്മൾ വിൽക്കുമ്പോഴത്തേക്ക് സെറോദയിലും HDFCയിലും വന്നേക്കുന്ന ചാർജസിൻ്റെ വ്യത്യാസവും നമുക്കതുകൂടെ കാണാം. അപ്പോൾ അത് ഞാൻ എന്തായാലും അത് സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള അറിവുകളെല്ലാം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം മറ്റൊരു കാര്യം കൂടെ, നിങ്ങളപ്പം ചാർജസ് നിങ്ങൾ കഷ്ടപ്പെട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അവരെല്ലാം എടുത്തോളും. ഇപ്പം നിങ്ങൾ വിചാരിക്കത്തില്ല മറ്റേ ഈ ചായ പൈസയെങ്കിലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുമെന്ന്. സംഭവം ഓർക്കുക, എപ്പോഴും ബ്രേക്ക് ഈവൻ എന്നുള്ളൊരു കാര്യം ഞാൻ അതിൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടില്ല. അതായത് ഇത്രേ ഉള്ളൂ, ആ ഒരു ബ്രേക്ക് ഈവനെ തൊട്ടപ്പുറത്തോട്ട് മുകളിലോട്ട് നിങ്ങളുടെ പ്രോഫിറ്റ് കയറുമ്പോൾ തൊട്ടേ നിങ്ങൾക്ക് ആ ഒരു എല്ലാം ആ ചാർജസ് സംഭവം എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു പ്രൈസിന് മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് മാത്രമേ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എപ്പോഴും ഒരു മൈനസ് ആ രീതിയായിരിക്കും കിടക്കുന്നത്. അപ്പോൾ എപ്പോഴും അത് ബുദ്ധിപരമായിട്ട് തന്നെ നിങ്ങളത് ട്രേഡ് ചെയ്യുക. അപ്പം ഒരുപാട് ട്രേഡ് എടുക്കണമെന്നുള്ളൊരു കാര്യവും അല്ലെന്നുണ്ടെങ്കിൽ ഓവർ ട്രേഡിങ്ങിൻ്റെ കാര്യവും അതെല്ലാം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലോ, ഈ ചാർജസിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ തന്നെ ജസ്റ്റ് അത് ആലോചിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടാവുന്ന കാര്യമുള്ളൂ. പിന്നെ കൂടുതലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഇത് ഗൂഗിളിൽ നോക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഞാനിത് വീഡിയോ ഇട്ടതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചൊരു ഫ്രെയിമായിട്ട് എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്, ഒരു ബേസായിട്ട്. അപ്പം ഇനി കോൺട്രാക്റ്റിനോട്ട് നോക്കുമ്പോഴത്തേക്ക് അപ്പം നമുക്കത് മനസ്സിലാകുകയും വേണം, A to Z കാര്യങ്ങൾ മനസ്സിലാകുകയും വേണം. നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബ്രോക്കർ നമ്മുടെ ഇന്ന് ഇത്ര രൂപ ഏതെല്ലാം രീതിയിൽ നമ്മുടെ ഇന്ന് പോകുന്നുണ്ടെന്നുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ട് നമ്മളതെല്ലാം അറിഞ്ഞിരിക്കണം. മനസ്സിലായോ?
അപ്പം ഇതാ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സിംഹത്തിൻ്റെ കാര്യം പറയുന്ന പോലെ സിംഹത്തിന് മുന്നിൽപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ട, എല്ലാം സിംഹം ചെയ്തോളൂ എന്ന് പറയുന്ന പോലെ നിങ്ങൾ ബ്രോക്കർ സെലക്ട് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് നിൽക്കുക, ട്രേഡ് ചെയ്യുക. നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് നിങ്ങൾ എത്രയെല്ലാം എക്സിറ്റ് ചെയ്യുന്നത് അതെല്ലാം വെച്ചിട്ട് ബാക്കി എല്ലാവരും ചെയ്തോളൂ. ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, എല്ലാവരും ചെയ്തോളും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇൻകം ടാക്സിൻ്റെ കാര്യവും. ഇത്രയും പ്രോഫിറ്റ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇൻകം ടാക്സ് അടയ്ക്കുക എന്നുള്ള രീതിയിൽ നല്ല രീതിക്ക് ട്രേഡിലൂടെ തന്നെ ഇഷ്ടംപോലെ പൈസ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ അത്രയ്ക്കുള്ള കാര്യങ്ങളെ പറയാനുള്ളൂ. ഉറപ്പായിട്ടും നിങ്ങൾക്കത് വലിയൊരു നിലയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അത് കുറച്ച് ടൈം എടുക്കും. ഞാനിപ്പോഴും പറയുന്ന പോലെ ക്ഷമിച്ചാലും നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ. പിന്നുള്ള ചാർജസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓട്ടോ സ്ക്വയർ ഓഫ് ചാർജസ്, അതായത് ഇൻട്രാഡേ ഒക്കെ ഉള്ളത് നമ്മൾ ഇന്നൊരു ട്രേഡിംഗ് ടൈമിനുള്ളിൽ ക്ലോസ് ആക്കിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോ സ്ക്വയർ ഓഫ് ചാർജസ് വരും. അത് ട്രേഡിംഗ് ടൈമിനുള്ളിൽ തന്നെ നമ്മൾ എക്സിറ്റ് അടിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. പിന്നുള്ളത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള AMC എന്ന് പറഞ്ഞ ചാർജസ് ആണ്, ആനുവൽ മെയിൻ്റനൻസ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ബ്രോക്കറിന് ചെറിയൊരു എമൗണ്ട് ആനുവലി നമ്മൾ കൊടുക്കുന്നതാണ് AMC. പലതിനും പല ഇച്ചിരി വേരിയേഷൻ വ്യത്യാസമുണ്ട് ഈ AMCയുടെ കാര്യത്തിലൊക്കെ. പിന്നുള്ളത് പല ബ്രോക്കർമാരും AMC ഈടാക്കാത്ത ബ്രോക്കർമാരും ഉണ്ട്. അപ്പം നിങ്ങൾ ഒരു ട്രേഡിങ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ബ്രോക്കറിനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോടെ എല്ലാം കൂടെ ആലോചിച്ചിട്ട് സെലക്ട് ചെയ്യാന്നുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും ഫുൾ ടൈം ബ്രോക്കറാണോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ബ്രോക്കറാണോ നിങ്ങൾക്ക് വേണ്ടതെന്നും അങ്ങനത്തെ ഏറ്റവും കാര്യങ്ങളും നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഇനിയും പറ്റുമെന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നു. അപ്പം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പം എല്ലാവരും നല്ല രീതിക്ക് ട്രേഡ് ചെയ്യുക, നന്നായിട്ട് പ്രൈസ് ആക്ഷനും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് വീണ്ടും ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ കാണാമെന്ന് ഉറപ്പ് വന്നുകൊണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം.